ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. പൊട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസും അത് 3 ഡിഫറെൻറ്റ് സൈസസിലുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റോൺ ചെയിനുമാണ് കേട്ടോ വേണ്ടത്. ആദ്യം ഞാൻ OHP ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ആ ബ്ലൂ കളർ സ്റ്റോൺസ് ഇല്ലേ, അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ B7000 ഗ്ലൂ ഇല്ലേ, അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഷൈനി കോട്ടിംഗ് ഇല്ലേ, സിൽവർ കളറിലുള്ള കോട്ടിംഗ്, അത് ഇളകിപ്പോകും കേട്ടോ. അപ്പം അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല പല മെത്തേഡ്സും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഫാബ്രിക് ഗ്ലൂ ഒട്ടിച്ച് കഴിയുമ്പോൾ മാത്രമാണ് സക്സസ് ആയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ റെഗുലർ ആയിട്ടുള്ള B7000 ഗ്ലൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 3 ബ്ലൂ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസിൻ്റെ ചുറ്റും ഇതുപോലെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റോൺ ചെയിൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തത്. അപ്പോൾ എത്ര പീസസ് വേണോ അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോരോ പീസ് ഒട്ടിച്ചു കൊടുക്കുക. ഈ സ്ക്വയർ ഷേപ്പിലെ സ്റ്റോൺസിലെ അത് ഞാൻ സെൻട്രൽ സ്ക്വയർ മാളിലുള്ള മിസ്റ്റർ DIY എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പില്, സ്ക്വയർ ഷേപ്പില്, പിന്നെ റൗണ്ട് ഷേപ്പില്, ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റോൺസ് വെച്ചിട്ട് ഞാനൊരു സ്റ്റഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യത്തെ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ രണ്ടാമത്തതും മൂന്നാമത്തതും കൂടി ചെയ്തെടുക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോൺ ചെയിൻ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതേ 3 ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. HP ഷീറ്റ് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് കരുതി സെയിം ഷീറ്റിൽ തന്നെ രണ്ടാമത്തെ കമ്മലിനെ കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു 24 hours. അതിനുശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉള്ള ലുക്കാണ് ഇത്. ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാനുള്ള സ്റ്റഡ് ബേസും ഐപ്പിൻസും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതിന്ന് വലുതിലേക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയതിലേക്ക് നമുക്ക് ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്റ്റഡ് ബേസും ഐപ്പിനും രണ്ടും ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കയറ്റിയാണ് ഞാൻ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വളരെ ചെറിയ സ്പേസിൽ നമുക്ക് ഈ ഐപ്പിൻ ഒട്ടിക്കേണ്ടത് കൊണ്ട് ഞാൻ ഐപ്പിൻ്റെ സൈസ് നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഐപ്പിൻ എങ്ങനെയാണോ വെക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം കേട്ടോ അടുത്തതിൽ വെക്കാനായിട്ട്. അതായത് ഇപ്പോൾ വെർട്ടിക്കലായിട്ടാണ് സ്റ്റഡ് ബേസിൻ്റെ കൂടെ ഉള്ളതിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ താഴത്ത് വരുന്നത് ഹൊറിസോണ്ടലായിട്ട് വേണം വെക്കാൻ. എന്നാലേ നമ്മൾക്ക് ഇന്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ആ കാര്യം ഞാൻ ഓർക്കാതെ രണ്ടും ഞാൻ വെർട്ടിക്കലായിട്ട് തന്നെ വെച്ചു കേട്ടോ. പിന്നെ അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിരുന്നു. അത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തതിൽ 2 ഐപ്പിൻസും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തിൽ നമുക്ക് ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. 24 hours എങ്കിലും ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഓരോരോ ഐപ്പിൻ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഡ്രൈ ആകാതെയാണ് ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഐപ്പിൻ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലെ ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുക. 2 മര്യാദയ്ക്ക് ഇന്റർ കണക്ട് ചെയ്ത് മൂന്നാമത് കണക്ട് ചെയ്യാൻ നേരത്ത് തല തിരിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് മാറ്റി ചെയ്തു. ഈ ഒരു കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളറാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ സ്റ്റോണിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളതിൽ വെച്ച് എനിക്ക് ഈ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇത് തന്നെ എടുത്ത് ഇങ്ങനത്തെ ഒരു കമ്മൽ ഉണ്ടാക്കി നോക്കി. അപ്പോൾ കമ്മലിൻ്റെ ഫൈനലൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.